ഹായ് ഓൾ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഞാൻ പപ്പായ വെച്ചിട്ടുള്ള ഒരു അടിപൊളി അച്ചാറിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിനു മുമ്പ് 10 ദിവസങ്ങളായിട്ട് ഇപ്പം ഞാൻ പപ്പായ വെച്ചിട്ടുള്ള വെറൈറ്റി റെസിപ്പീസാണ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോസൊക്കെ ഒന്ന് പോയി വാച്ച് ചെയ്യും കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വേണമെന്നുള്ളവർക്ക് അത് ചെക്ക് ചെയ്തിട്ട് കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ നല്ല വെറൈറ്റി റെസിപ്പീസാണ്, കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരുപാട് റെസിപ്പീസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവും. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസ് ആയിട്ട് അറിയിക്കാം. അപ്പോൾ ഇതെങ്ങനെ ചെയ്തെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ പപ്പായ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പപ്പായ തൊലി കളഞ്ഞ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വലിപ്പമുള്ള പീസസ് ആയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടത് ഒരു 5 പച്ചമുളക് ഈ വലിപ്പമുള്ള പീസസായിട്ട് കട്ട് ചെയ്തും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 15 അല്ലി വെളുത്തുള്ളി തൊലി കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് കറിവേപ്പിലയാണ്. കറിവേപ്പില ഞാൻ ഇതുപോലെ നല്ലപോലെ കഴുകിയതിന് ശേഷം ഇതുപോലെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണ് പതിവ്. അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഞാൻ ഇതുപോലെ ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യമായിട്ട് ഒരു പാൻ വെച്ചിട്ട് നമുക്കത് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിൽ കൂടുതൽ വേണ്ട. കാരണം എന്ന് വെച്ചാൽ നമുക്കൊരു ചെറിയൊരു പപ്പായല്ലേ നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉലുവയും അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കടുകും കൂടി നമുക്ക് ഈ ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. അതൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്കൊരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും 1/2 ടീസ്പൂൺ വലിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ഈ ഒരു സമയത്ത് തന്നെ കടുക് ഉലുവ ഇടുന്ന സമയത്ത് തന്നെ കായപ്പൊടി ഇല്ല എങ്കിൽ, സാമ്പാർ കായ ആണുള്ളതെങ്കിൽ അതിൻ്റെ 2-3 പീസസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. കായപ്പൊടി ആണെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർത്താൽ മതിയിട്ട്. അത് നല്ലപോലെ ഒന്ന് വറവായി വരുന്ന സമയത്ത് നമുക്കിത് വാങ്ങി വെക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു 1/2 ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ചൂടാറിയതിന് ശേഷം നമുക്കിത് പൊടിച്ചിട്ട് മാറ്റി വെക്കാം. കായ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിൻ്റെ 2-3 പീസ് എടുത്തിട്ട് നമ്മൾ ഉലുവയും കടുകിട്ട് കൊടുക്കുന്ന സമയം തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ട് ആ പാൻ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല, നല്ലെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം അച്ചാർ കേട് വരാതിരിക്കാനും അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാനൊക്കെ നല്ലെണ്ണയാണ് നല്ലത്. ഞാനിപ്പോൾ ഇവിടെ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അത് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഒരു 3/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവയും കൂടി പൊട്ടുന്ന സമയത്ത് നമ്മൾ എടുത്ത് വെച്ച പച്ചമുളകും വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച വെളുത്തുള്ളി ഉണ്ടായിരുന്നു. 10-15 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇഞ്ചി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. നമുക്ക് പച്ചമുളകും അതുപോലെ തന്നെ വെളുത്തുള്ളി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്കതൊന്ന് ഒന്ന് വയന്ന് വരുന്ന സമയത്ത് നമുക്ക് എടുത്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് ഐസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുറച്ച് സമയം ഇളക്കി കൊടുക്കുക. അപ്പോൾ ഐസൊന്ന് മെൽട്ടായി വരട്ടെ. നല്ലപോലെ മെൽട്ടായി വന്നിട്ട് അതിൻ്റെ പച്ചമണക്കൊന്ന് മാറുന്ന സമയത്ത് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 3 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എരിവുള്ള മുളക് പൊടി 2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ അച്ചാറിലോട്ട് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഏകദേശം 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ മസാലപ്പൊടിയുടെ പച്ചമണക്കൊന്ന് മാറുന്നത് വരെ ഈ എണ്ണയിൽ കിടന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഒരു 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലോട്ട് സുർക്ക ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി നമുക്ക് ഒരു പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമുക്ക് ഏകദേശം ഞാൻ 1 കപ്പോളം വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം നമ്മുടെ പപ്പായ പീസസ് ഏകദേശം 2 കപ്പോളം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു പപ്പായ പീസസിൻ്റെ ഏകദേശം പകുതി അളവിലാണ് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് 1 കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ വന്ന് എണ്ണ തെളിയുന്ന സമയത്ത് നമുക്കിതിലോട്ട് നമ്മളെടുത്ത് വെച്ച പപ്പായ പീസസ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. പപ്പായ പീസസ് ഈ ഒരു ഇതിൽ കിടന്നിട്ട് മുങ്ങിയിട്ട് വേവണം. ആ ഒരു അളവിലാണ് നമുക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇത് കണ്ടോ, ഈ ഒരു അളവിലാണ് വേണ്ടത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ കറക്റ്റ് പരുവത്തിൽ അച്ചാറിൻ്റെ ആ ഒരു പരുവത്തിൽ കിട്ടുള്ളൂ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്യാം. ഈ പപ്പായ പീസസ് ഒരു പകുതി വേവ് ആവണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ അച്ചാർ പിറ്റേന്ന് തന്നെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ലപോലെ അടച്ച് വെച്ചിട്ട് ഞാൻ ഇപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. ഇപ്പോൾ പപ്പായ പീസസ് ഏകദേശം ഒരു പകുതി വേവിൽ കൂടുതലായിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ച ആ ഒരു പൊടി ഉണ്ടല്ലോ, ഉലുവയും കടുകൊക്കെ വറുത്ത് പൊടിച്ച ആ ഒരു പൗഡർ ഇട്ട് കൊടുക്കുക.
ആ പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത് വെച്ച നമ്മൾ പൊടിച്ച് വെച്ച എല്ലാ പൗഡറും ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അച്ചാറിലോട്ട് വേണ്ട കറക്റ്റ് അളവാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ ഉലുവയും 1 ടേബിൾ സ്പൂൺ കടകും നമ്മൾ ആ പറഞ്ഞ അളവിൽ വറുത്ത് പൊടിച്ചാൽ മതി. ഇനി നമുക്ക് നമ്മുടെ ഈ അച്ചാറിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ശർക്കര ചീകിയതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതും കൂടി ചേർക്കുമ്പോൾ നമ്മുടെ അച്ചാർ നല്ലൊരു അപാര രുചിയുള്ളൊരു അച്ചാറായി മാറും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ളൊരു അച്ചാറാണ്. ഇനി ശർക്കര ചീകിയത് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് ഒന്ന് മെൽട്ട് ആവുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഉടൻ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി തണുത്തതിന് ശേഷം നമുക്കിതൊരു ജാറിലോട്ട് മാറ്റാം. നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തേക്കാൻ പറ്റുന്ന ഒരു അടിപൊളി അച്ചാറാണ് കേട്ടോ. ഇതുപോലുള്ള അച്ചാർ നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് കൊടുക്കാൻ നല്ലൊരു എളുപ്പമായിട്ട് മാറും. കാരണം അവർക്ക് നല്ല ഇഷ്ടമുള്ള ഒരു കൂട്ടാനുമാണ്. പിന്നെ അതുപോലെ നമുക്ക് കൊടുത്തേക്കാൻ എളുപ്പമാണ്. ഇതുപോലെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ ഒരു 15 ദിവസമൊക്കെ പുറത്ത് വെച്ചാലും എന്തായാലും കേടായി പോയില്ല. ഇനി അതിൽ കൂടുതലായിട്ട് നിങ്ങൾ ഉണ്ടാക്കി വെക്കണമെങ്കിൽ ഫ്രിഡ്ജിലോട്ട് മാറ്റിയാൽ മതി. അപ്പോൾ ഞാനിത് അച്ചാർ സെർവ് ചെയ്തിട്ടുണ്ട്. ഞാൻ സാധാരണ ഇതൊരു ആഴ്ച 2 ആഴ്ചൻ്റെ ഉള്ളിലായിട്ട് എനിക്ക് തീരാറുണ്ട് കേട്ടോ. ഇത്രയും അളവിൽ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് തീരാറുണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇഷ്ടമായ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തെടുക്കുക. ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, അസ്സലാമു അലൈക്കും.